നല്ല പിള്ളേരായിരുന്നു. ഇല്ലല്ല, ഇന്നിപ്പം ഇനി തൊട്ട് കുസൃതി നല്ല പിള്ളേരല്ലേ. Bless the Lord, oh my soul, oh my soul, I worship His holy name. Sing like never before, oh my soul, I worship Your holy name. The sun comes up, it's a new day drawing. It's time to sing His song again. Whatever may pass and whatever lies before me, let me be singing till the evening comes. Bless the Lord, oh my soul, oh my soul, I worship His holy name. Sing like never before, oh my soul, I worship Your holy name. You're rich in love and You're slow to anger. Your name is great and Your heart is kind. For all Your goodness I will keep on singing. 10,000 reasons for my heart to find. Bless the Lord, oh my soul, oh my soul, I worship His holy name. Sing like never before, oh my soul, I worship Your holy name. And on that day when my strength is failing, the end was near and my time has come, still my soul will sing Your praise unending. 10,000 years and then forevermore. Bless the Lord, oh my soul, oh my soul, I worship His holy name. പരിശുദ്ധാത്മാവേ നീയേഴും നൽകി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാശവീശുന്ന മോഹന ദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീയേഴും നൽകി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. അപ്പനെ സംരക്ഷിച്ച് വസിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും കഴിയുന്നതിനും കർത്താവിനോട് എൻ്റെ സന്നിധി ഏറ്റുമുട്ടി ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയും. അവിടുന്ന് തന്നെ വേണ്ട വേദനയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തന്റെ തോലുകൾക്കുണ്ട് അവിടുന്ന് തന്നെ മറിച്ചുവിടും. അവിടുത്തെ ചരങ്ങളുടെ കയ്യിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് വർദ്ധയും പരിചയമായിരിക്കും. അമ്മയുടെ ഭീകരതയും പാൽപ്പാത്ത വസ്ത്രത്തെ നീ ഭയപ്പെടേണ്ട.
നിട്ടസിച്ചിരിക്കുന്ന മഹാമാരിയെ നശിക്കുന്നവനായ നീ പേടിക്കണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചടക്കാം, നിന്റെ വൽപ്പാട്ട് 10,000ങ്ങളും. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടത്തെ പ്രതിഫലം നീ അനുഭവിക്കുന്നതാണ്. നീ കർത്താവിനെ ആശ്രയിച്ചു, അതിൽ നീ വാസം അർപ്പിച്ചു, നിനക്ക് തിന്മയും ഭവിക്കുകയില്ല. ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കാൻ അവിടുന്ന് നിന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ പാദങ്ങളിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെ അണലിയുടെ മേൽ നീ ചവിട്ടി നടക്കും, യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി വരിക്കും. അവൻ സ്നേഹത്തിൽ എന്നോടൊട്ട് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ നിന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരം നൽകും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ തൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും.
ചെയ്യുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ലോകത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ മാംസമാകുന്നു. അപ്പോൾ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കുവാൻ നമുക്ക് തന്റെ മാംസം നൽകുവാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ മാംസം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവും. എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നതിനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗ്ഗത്തിൽ നിറങ്ങി വന്ന അപ്പമാകുന്നു. പിതാക്കന്മാർ മന്ന ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്ത പോലെയല്ല. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ ഇത് പറഞ്ഞത്. ജേഡൻ മോനെ, അദാലിയ മോളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കൊക്കെ സന്തോഷിക്കാനുള്ളൊരു പുണ്യദിനമായെന്ന്. ഇന്ന് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളാണ്. നമ്മൾ വിശ്വസിക്കുന്നത് മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ദിവസമാണ് എന്ന് തിരുനാൾ ഫീസ്റ്റായിട്ട് ആഘോഷിക്കുക. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെങ്കിൽ ഇന്ന് സ്വർഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. ഹെവൻ, സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്ന അനുഭവത്തിന് വിളിക്കുന്ന പേരാണ് സ്വർഗം എന്ന. അപ്പോൾ നിങ്ങൾക്കത് ഇന്ന് ലഭിക്കാൻ പോവുക. ആത്മീയമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ട് പോലും നിങ്ങൾക്കത് അനുഭവിക്കാനായിട്ട് സാധിക്കുക. ദൈവം എൻ്റെ കൂടെ ആകുന്ന അനുഭവം ഇന്ന് ലഭിക്കാനായിട്ട് പോകുന്നത്. അതിൽ സന്തോഷിക്കുക, പ്രത്യാശ വെക്കുക. ഞാൻ കുർബാനയ്ക്ക് കൊടുക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കൊച്ചു മലയാളത്തിൽ പറയാം. കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാക്കുന്ന ഭാഷയിൽ കുർബാനയ്ക്ക് കൊടുക്കുന്ന നിർവചനം ഇതാ: നല്ല അമ്മമാർ കൊച്ചുകുട്ടികളുടെ അടുത്ത് ലാളിക്കും, സ്നേഹം മൂത്ത് കഴിഞ്ഞാൽ ഉമ്മ വയ്ക്കും, ഉമ്മ വെച്ച് വീണ്ടും സ്നേഹം മൂത്ത് കഴിഞ്ഞാൽ പറയും, എന്നാ പറയും? കുട്ടാ, നിന്നെ എനിക്ക് കടിച്ചു തിന്നാൻ തോന്നുന്നു പറയും. ചിലപ്പോൾ കടിച്ച് തിന്നാനായിട്ടും തുടങ്ങും, മൂക്കോ വിരലോ ഒക്കെ കടിക്കുന്ന പോലെ കാണിച്ചിട്ട്. എന്നിട്ട് പറയും, വേണ്ട കുട്ടാ, ഞാൻ നിന്നെ തിന്നു കഴിഞ്ഞാൽ എനിക്ക് വേറെ കൂട്ടനുണ്ടാവുമോ, അവിടെ ഞാൻ നിന്നെ തിന്നുന്നില്ല, നീ എന്നെ വലിച്ചു കുടിച്ചോളാൻ പറഞ്ഞുകൊണ്ട് മാറോട് ചേർത്ത് അണയ്ക്കാറുണ്ട് നല്ല അമ്മമാര്. അന്നൊരു പെസഹ തിരുനാളിൽ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞ്, ശിഷ്യന്മാർ, ഞാൻ പോവുക, കൂട്ടുകാരെ, ഞാൻ പോവുക, നിങ്ങളുള്ള എനിക്ക് ഭയങ്കര സ്നേഹം തോന്നുക, എനിക്ക് എന്നെ തന്നെ തരാൻ തോന്നുക നിങ്ങൾക്ക്. ഇപ്പം ഈ അപ്പെടുത്ത് കഴിച്ചു എൻ്റെ ശരീരമായി, വീഞ്ഞെടുത്ത് കുടിച്ചു എൻ്റെ രക്തമായി എന്ന് പറഞ്ഞ്
ഈശോ പ്രകടിപ്പിച്ച വലിയ സ്നേഹമാണ് ഓരോ കുർബാനയിലും നമ്മൾ അനുഭവിക്കുന്നത്. എന്താ അനുഭവിക്കുന്നത്? ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹമാണ് അനുഭവിക്കുന്നത്. തന്നെ തന്നെ തരാനായിട്ട് തോന്നി. അതുകൊണ്ട് ഈശോ നമുക്ക് അനുഭവിക്കാവുന്ന രീതിയിൽ അപ്പമായി വീഞ്ഞായി അവിടെ നമുക്ക് സമ്മാനമായിട്ട് തരിക. ഈശോയുടെ ബെസ്റ്റ് ഗിഫ്റ്റ് ഇന്ന് നിങ്ങൾ സ്വീകരിക്കാനായിട്ട് പോവുകയാണ്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ മുതിർന്നവർക്കും അറിയാം, ചില ബ്രാഹ്മിൺസിൻ്റെ പണ്ട് നമ്പൂരിമാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരോട് ഇത് ശരിയാണോ തെറ്റാന്നൊക്കെ കടയിൽ ചെന്ന് ചോദിച്ചാൽ ഞാൻ പൂനൂല് കെട്ടിയൊരു നമ്പൂരിയാണ്, ഞാൻ കള്ളത്തരം കാണിക്കില്ല എന്ന് പറയും. ഈ മുസ്ലിംസിൻ്റെ അടുത്ത് ചെന്ന് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ പറയും ഞാൻ ഇന്നും രാവിലെ നിസ്കരിച്ചതാണ്, എൻ്റെ വായിൽ നിന്ന് നുണയും കള്ളത്തരമൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറയും. ക്രിസ്ത്യാനികളെ പറ്റി എന്തെല്ലാം പറയാൻ പറ്റും? ഓരോരുത്തർക്കും പറയാൻ പറ്റണം, ഇന്ന് രാവിലെ ഈ നാവ് കൊണ്ട് ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിച്ചതാ. നിങ്ങൾക്കും പറയാൻ പറ്റണം, പപ്പ മമ്മി ഞാൻ നുണ പറയില്ല, കാരണം ഞാൻ രാവിലെ കമ്മ്യൂണിയൻ സ്വീകരിച്ചതാ, ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിച്ചതാണെന്ന് പറയാൻ. നിങ്ങൾ നുണ പറയില്ല, കള്ളത്തരങ്ങൾ കാണിക്കുക ഇല്ല, അനുസരിക്കും. നമ്മുടെ ഈശോ പറഞ്ഞ് ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ എല്ലാവരുടെ മുമ്പിൽ കാരുണ്യമായിട്ട് സ്നേഹമായിട്ട് മാറി. നമ്മളും അങ്ങനെ ആകാനായിട്ടും ഇന്ന് ഒരോർമ്മപ്പെടുത്തൽ കൂടി ആണ്. ഇതിന് ഒരുക്കം ഇങ്ങനെയാണ്. നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആരോടും ദേഷ്യവും വെറുപ്പും ഉണ്ടാവാൻ പാടില്ല, എല്ലാവരോടും സ്നേഹത്തിൽ. അതുകൊണ്ട് ആ കുർബാനയ്ക്ക് തുടക്കത്തിൽ പാടുന്നത് അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠം ഒരുക്കിയിടാന്ന്. ഇപ്പം രാവിലെ പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കണമെങ്കിൽ ആദ്യം പപ്പ സോറി, മമ്മി സോറി, ഇവിടെ ഈട്ടി കൊടുത്തിട്ട് പറയാം സോറി എന്ന് ചോദിച്ച് എല്ലാവരും രമ്യതപ്പെട്ടിട്ട് റെക്കൺസിലൈസ് ചെയ്തതിന് ശേഷമാണ് കുർബാന സ്വീകരിക്കേണ്ടത്. മനസ്സിലായോ? ആരോടും ദേഷ്യം ഉണ്ടാവാൻ പാടില്ല, എല്ലാവരും സ്നേഹത്തിലായിരിക്കണം. പിന്നെ പാവം ഒന്നും ചെയ്യാൻ പാടില്ല. നിർമ്മലമായ ഹൃദയം, വിത്ത് എ പ്യുവർ ഹാർട്ട് ആൻഡ് മൈൻഡ് ആൻഡ് ബോഡി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുമ്പസാരക്കൂട്ടി പോയിട്ട് ഞാനിതെല്ലാം തിരുത്തി ഇനിമേൽ പാപം ചെയ്യില്ല എന്ന് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കൺഫെഷൻ നടത്തി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവുകൊണ്ടും ഒരുങ്ങി ഇന്ന് മുതൽ സ്വീകരിക്കുക കേട്ടോ. ഇന്ന് മുതൽ ആരുടെ സ്വഭാവമാണ് നിങ്ങൾ രണ്ടുപേരും കാണിക്കേണ്ടത്? ഈശോയുടെ സ്വഭാവമാണ് കാണിക്കേണ്ടത്. അങ്ങനെ അഥാലിയ മോളും ഏഡൻ മോനും ഇന്ന് മുതൽ ശരിക്കും സത്യക്രിസ്ത്യാനികളായി തീരട്ടെ. ഈശോയുടെ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇവരിലൂടെ കാണാനായിട്ടും സാധിക്കട്ടെ. ഇത് കഴിഞ്ഞാൽ കൊഴുകുത്തിക്കാരുടെ വേറെ ആദ്യ കുർബാനകളുണ്ട്, അധിക പ്രസംഗം പറയുന്നില്ല. നന്ദി.
പൗത്രീകരിക്കുന്ന മൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഇത് വിരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയിർപ്പിൻ്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണീയമായ ദാനത്തെ പ്രതി ഞങ്ങൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സ്വലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. പാവന കന്യാമറിയത്തിൻ പൂജിത ഗാത്രവും ആത്മാവും ദൈവം വിണ്ണിലുയർത്തുകയാ സ്തുതികൾ പാടാം സാമോദം. സുതനാമീശോ മിശിഹാതൻ അമ്മയുയർത്തും പ്രാർത്ഥനയാ ദൈവാനുഗ്രഹമണിയാനാ നിങ്ങൾ യോഗ്യത നേടട്ടെ. കർത്താവാഗതനാകുമ്പോൾ മോദമോടവനെ എതിരേൽക്കാൻ സ്വർഗമഹത്വം പ്രാപിക്കാൻ മറിയം തുണയായി തീരട്ടെ. ജീവനെഴും തിരുശ്രീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സ്രോസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്ന് വേണ്ട ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ചുറ്റവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ വിഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. മേൽ ഞങ്ങളെ രക്ഷിക്കണമേ. ലോകരക്ഷനായ മിശിഹായെ, അങ്ങയോടും അങ്ങയുടെ മാതാവായ കർമ്മനാഥയോടുമുള്ള സ്നേഹം ഞങ്ങളിൽ വർത്തമാനമാക്കുവാൻ വേണ്ടി ഞങ്ങൾ ധരിക്കുന്ന ഈ ഉത്തരീയങ്ങൾ ആശീർവദിക്കണമേ. പരിശുദ്ധ നിയാമനത്തിൻ്റെ മധ്യസ്ഥാൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും അങ്ങയുടെ പ്രസാദത്താൽ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യണമേ. പരിശുദ്ധ കന്യകാമറിയത്തെ ഉത്ഭവഭാവത്തിൽ നിന്ന് രക്ഷിക്കുകയും അങ്ങേ തിരുക്കുമാരൻ്റെ മാതാവായി ഉയർത്തുകയും ചെയ്ത ദൈവമേ, ആ മാതാവിനെ അനുഗ്രഹിച്ച് വിശുദ്ധരായി ജീവിക്കുവാനും എപ്പോഴും അങ്ങേ തിരുമനസ്സ് നിറവേറ്റുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളേവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
എയ്ഡൻ ചെസ്സിന്റെ ആളാണ്, ബുക്കിന്റെ ആളാണ്, പുസ്തകം വായിക്കുന്ന, ഈ അക്കാഡമിക്സിൽ ഏറ്റവും ടോപ്പായിട്ട് ഞങ്ങളൊരു ഭാവിയിലെ ഐൻസ്റ്റീനെ കാണുന്ന ഒരു വ്യക്തിയാണ് എയ്ഡൻ. പിന്നെ എന്താ പറയാ, എയ്ഡൻ പണ്ട് എല്ലാവരും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 2 വയസ്സ് വരെ ടിവിയിൽ വേറെ ഒന്നും വെക്കാൻ സമ്മതിക്കില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രം വെച്ചോണ്ടിരുന്ന. അന്നത്തെ കാലത്താണ് പിള്ളേര് കാർട്ടൂൺ കാണുന്നത്, അന്നേരം അവര് കാർട്ടൂൺ കാണണ്ട, അന്ന് അവൻ ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും കാർട്ടൂൺ മറ്റേ ഈ ഗെയിമിങ്ങിന്റെ വീഡിയോയാണ് കാണുന്നത്. പിന്നെ വായന, അങ്ങനെ ശരിക്കും ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വളർന്നു വരുന്നതും അവര് ചെറുപ്പം മുതലേ ഞങ്ങൾക്കൊരു പിള്ളേരെന്നുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ നോക്കി കണ്ട് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നു. ഇൻഡിപെൻഡൻസ് ഡേയിൽ ആദ്യ കുർബാന സ്വീകരിച്ച all the very best wishes for the future all other endeavors. Jai Hind. കുർബാനയായിരുന്നു. അവരെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മാടി വിളിച്ചുകൊണ്ട് ഇവരെ രണ്ടുപേരെയും, എയ്ഡനെയും അദാലിയേനെയും നമുക്കെല്ലാവർക്കും നല്ല കയ്യടികളോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കാം. നമുക്കെല്ലാവർക്കും പരിചിതമായ മുഖങ്ങളാണ് ഈ വേദിയിലുള്ളത്. എന്നിരുന്നാൽ കൂടി ഒരിക്കൽ കൂടി എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇന്ന് ആദ്യ കുർബാന സ്വീകരിച്ച എയ്ഡൻ വോൾട്ട സെബാസ്റ്റ്യനും അദാലിയ റോസൗൾട്ടയും കുന്നപ്പിള്ളിയിൽ വോൾട്ട സെബാസ്റ്റ്യൻ്റെയും സിമി വോൾട്ടയുടെയും മക്കളാണ്. Written in these walls are the stories that I can't explain. I leave my heart open, but it stays right here empty for days. She told me in the morning she don't feel the same about us in her bones. Seems to me that when I die, these words will be written on my stone. And I'll be gone, gone tonight. The ground beneath my feet is open wide. The way that I've been holding on too tight, with nothing in between. The story of my life, I'll take her home. I'll drive all night to keep her warm in time. It's the story of my life. I give her hope. I spend her love until she's broke inside.
these walls are the colors that I can't change. Leave my heart open, but it stays right here in its cage. I know that in the morning now, see us in the light upon the hill. Although I am broken, my heart is untamed still. And I'll be gone, gone tonight. Fire beneath my feet is burning bright. The way that I've been holding on so tight, with nothing in between. The story of my life, I'll take her home. I'll drive all night to keep her warm in time. It's frozen. The story of my life, I give her hope. I spend her love until she's broke inside. The story of my life. And I've been waiting for this time to come around. But baby, running after you is like chasing the clouds. The story of my life, I take her home. I drive all night to keep her warm, and time is frozen. The story of my life, I give her hope. I spend her love until she's broke inside. The story of my life. 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 बारिशों से आते हो तुम, ठहरो जरा, बैठो न तुम। बारिशों से आती हो तुम, ठहरो जरा, बैठो न तुम। सर से पैर भीगे हुए और कोई नहीं, बस तुम और हम। तू पास तो अपना सा लगे, ये सारा जहां सपना सा लगे। ये बारिश का असर या फिर जादू है तेरा, ना होश ना खबर, ना खुद पे काबू है मेरा। बूंदे भी करें कुछ ऐसी साजिशें, तू साथ हो अगर तो हंसी ये बारिशें। वो तेरी जुल्फों की राहत जैसे ठंडी सी पुरवाई, वो भीगी मिट्टी की खुशबू जो तेरी सांसों से आई। वो तेरी जुल्फों की राहत जैसे ठंडी सी पुरवाई, वो भीगी मिट्टी की खुशबू जो तेरी सांसों से आई।
सुन ले ओ छोरिया झूमे नगरिया जब जब ये घूमे कमर यार तारी कमरिया कमर यार तारी कमरिया കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണുകളുടെ നാടൻ കൊലമല്ലുമിനാക്കി അണ്ണൻ തന്നെ നാടൻ കൊലമല്ലുമിനാക്കി എന്തേ ഇന്നും വന്നീല നിന്നോടൊന്നും ചൊല്ലില അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ ആകാശത്തോപ്പിൻ കിന്നരൻ മണിവള തിളങ്ങണ കയ്യാലെ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ് മണിവള തിളങ്ങണ കയ്യാലെ വിളിക്കണതാരാണ് മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ് മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ് വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്രാവേ കളിയാടി